നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടിനെ ഒരു ഡിവൈൻ പവർ ഹൗസ്, അതായത് ഒരു ദൈവിക ഊർജ്ജ കേന്ദ്രമാക്കി മാറ്റാൻ പറ്റുമോ? പറ്റുമെങ്കിൽ എങ്ങനെ? അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. വളരെ ലളിതമായ പക്ഷേ അവിശ്വസനീയമാം വിധം ശക്തമായ ഒരു ചെറിയ ശീലം നമ്മുടെ വീടിന്റെ മൊത്തം അന്തരീക്ഷത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോ നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ഒരു നിമിഷം നിങ്ങളുടെ വീടിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവിടെ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാറുണ്ടോ? അതോ ഒരുതരം ക്ഷീണവും മടുപ്പുമൊക്കെയാണോ കൂടുതലായി തോന്നാറ്? ഈ ചോദ്യത്തിനുള്ള നിങ്ങളുടെ ഉത്തരം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് വഴിയേ കാണാം. നമ്മുടെ വീടിന്റെ എനർജി കുറയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിൽ പലരും അത് അറിയാതെ തന്നെ ചെയ്യാറുണ്ട്. അതെന്താണെന്നല്ലേ? പരാതി പറയുക എന്ന ശീലം. അപ്പോൾ ഈ ഒരു എനർജി ട്രാപ്പിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. ഈ രണ്ട് കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഇടതുവശത്ത് പരാതിയാണ്, അത് എനർജി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. വലതുവശത്ത് നന്ദിയും, അത് എനർജി ക്ഷണിച്ചു വരുത്തുകയാണ്. വളരെ സിമ്പിളാണ് കാര്യമല്ലേ? പരാതി പറയുമ്പോൾ നമ്മുടെ എനർജി നഷ്ടപ്പെടുന്നു. എന്നാൽ നന്ദി പറയുമ്പോഴോ പ്രപഞ്ചത്തിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നു. ഒന്ന് ഊർജം കളയുന്നു, മറ്റൊന്ന് ഊർജം കൂട്ടുന്നു. അതാണ് വ്യത്യാസം. ഇതിലെ ഏറ്റവും വലിയൊരു സത്യം എന്താണെന്നറിയാമോ? നമ്മൾ മറ്റൊരാളെക്കുറിച്ച് പരാതി പറയുമ്പോൾ അതിന്റെ ദോഷം അവർക്കല്ല, നമുക്ക് തന്നെയാണ് കിട്ടുന്നത്. നമ്മൾ പറയുന്ന ഓരോ പരാതിയും നമ്മുടെ ഉള്ളിലെ ഒരു വെളിച്ചം അണയ്ക്കുന്നത് പോലെയാണ്. അത് നമ്മുടെ സ്വന്തം എനർജിയാണ് കുറയ്ക്കുന്നത്. അപ്പോ ഈ ഒരു നെഗറ്റീവ് എനർജിയെ എങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റും? അതിനുള്ള ഏറ്റവും നല്ല മരുന്നെന്താണ്? അതാണ് നന്ദി, അല്ലെങ്കിൽ കൃതജ്ഞത. നമുക്ക് ഈ നന്ദിയുടെ കാന്തിക ശക്തിയെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാം. ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. നന്ദി എന്ന് പറയുന്നത് വെറും ഒരു വാക്കല്ല, അതൊരു കാന്തിക ശക്തിയാണ്. നമ്മുടെ വീട്ടിലേക്ക് നല്ലതിനെ, ആ ഒരു ദൈവീകമായ ഊർജത്തെ ആകർഷിക്കുന്ന ഒരുതരം മാഗ്നറ്റ്. നമ്മൾ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വീട് പതിയെ പതിയെ ഒരു പോസിറ്റീവ് എനർജി ഹബ്ബായി മാറാൻ തുടങ്ങും. ഇതിന് നമുക്ക് ഒരുതരം ഹ്യൂമൻ ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കാം. എന്താണിത്? സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഒരു വൈബ്, അല്ലെങ്കിൽ ഒരു എനർജി ലെവൽ. നമ്മൾ സന്തോഷത്തോടെയും നന്ദിയോടെയുമൊക്കെ ഇരിക്കുമ്പോൾ ഈ വൈബ് നല്ല ഹൈ ആയിരിക്കും, അല്ലേ? ആളുകൾക്ക് നമ്മുടെ കൂടെ ഇരിക്കാനൊരു ഇഷ്ടം തോന്നും. അപ്പോ നന്ദി പ്രകടിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഈ ഒരു എനർജി ലെവൽ അതിന്റെ ഏറ്റവും ടോപ്പിലെത്തുന്നു. ശരി, ഇപ്പൊ തിയറിയൊക്കെ മനസ്സിലായി. പക്ഷെ ഇതെങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരും? അതാണ് അടുത്ത ചോദ്യം, അല്ലേ? പേടിക്കേണ്ട, വളരെ ലളിതമായ ഒരു മാറ്റത്തിലൂടെ നമുക്ക് തുടങ്ങാം. ആർക്കും എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം. ഇതാണ് ആ സിമ്പിൾ ടെക്നിക്. എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് നിങ്ങളുടെ കൂടെയുള്ള ആൾക്ക്, അത് നിങ്ങളുടെ പാർട്ട്ണറാകാം, അച്ഛനോ അമ്മയോ ആകാം, ആരുമാകട്ടെ, അവർക്ക് നന്ദി പറയുക. രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ. ഉറങ്ങുന്നതിന് തൊട്ടുമുൻപ് മനസ്സറിഞ്ഞൊരു നന്ദി പറയുക. അത്രേ ഉള്ളൂ. ഇനി എന്തിനാണ് നന്ദി പറയേണ്ടതെന്നോർത്ത് കൺഫ്യൂഷൻ വേണ്ട. വലിയ വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കാൻ കാത്തിരിക്കരുത്. ചിലപ്പോൾ രാവിലെ കിട്ടിയൊരു കപ്പ് ചായയ്ക്കാകാം, അല്ലെങ്കിൽ ദിവസം മുഴുവൻ തന്ന സപ്പോർട്ടിനാകാം. എന്തിന്? വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയാം. ഇവിടെ വിഷയം കാരണങ്ങളല്ല, ആ നന്ദി പ്രകടിപ്പിക്കുക എന്നത് തന്നെയാണ്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നാം. പക്ഷേ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. ഈ ഒരു ചെറിയ ശീലം നിങ്ങളുടെ ബന്ധങ്ങളിലും വീടിന്റെ അന്തരീക്ഷത്തിലും എത്ര വലിയ മാറ്റമാണ് കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ പറ്റും. ആത്മാർത്ഥമായി പറയുന്ന ഒരൊറ്റ താങ്ക് യു മതി ചിലപ്പോൾ നിങ്ങളുടെ വീടിനെ സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ. അപ്പോ നമ്മൾ പറഞ്ഞു നിർത്തുമ്പോൾ എന്റെ ഒരു ചോദ്യം ഇതാണ്: ഇന്ന് രാത്രി നിങ്ങൾ ആർക്കാണ് നന്ദി പറയാൻ പോകുന്നത്? വെറുതെ കേട്ടുപോകരുത്. ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. ഇന്ന് രാത്രി തന്നെ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ആ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾ തന്നെ കാണും.